Aliens. കറണ്ട് പോയാ തങ്കോ തങ്കോ തിരിച്ചുവിട് കറണ്ട് പോയാ ദൈവമേ ഫാൻ എന്താ ഇങ്ങനെ ഇറങ്ങണ അങ്ങ് കൂട്ടിയിട്ട് കളിച്ച അത് ഫുള്ളാന്ന് അല്ല ആനടി ഫുള്ളിട്ടല്ലേ കിടന്ന് ദൈവമേ അത് വയ്യാന്ന് പറഞ്ഞാ ഇറങ്ങണ ഒരു ഫാൻ മേടിക്കാൻ പറഞ്ഞ പാതിരാത്രി പോയി എന്തായാലും വാങ്ങാൻ പറ്റും. എനിക്ക് ചൂടെടുക്കണം ഇവിടെ ഒരു വിശറി ഉണ്ടായിരുന്നല്ലോ ദൈവമേ. കനയുടെ അടുത്ത് പറഞ്ഞിട്ട് ഫാൻ വാങ്ങിയ പിന്നെ കനകൻ്റെ അടുത്ത് ഫാൻ മേടിക്കാനായിട്ട് കനകൻ്റെ കയ്യിൽ ഇരിക്കുന്നു. നിനക്കൊരു ഫാൻ മേടിച്ചാൽ എന്താ കുഴപ്പം? എനിക്ക് വാങ്ങാം, പക്ഷേ കുറച്ച് പൈസ വരാനുണ്ട്. മിണ്ടാതിരുന്നോ കേട്ടോ, വരാനുണ്ട്. അത് വന്നാ നീ അവൻ്റെ ഒന്ന് മറിച്ചിട്ട് ഇതിപ്പോ ഇത് ഇങ്ങനെ കറങ്ങുന്നത് അത് അതിൻ്റെ മറ്റേ കപ്പാസിറ്റർ പോയി, അതായിരിക്കും. അത് പോയാൽ ശരിയാക്കാൻ പറ്റുമോ? അത് വാങ്ങിച്ചിടണം. വാങ്ങിച്ചിട്ടാ അതിന് കുറെ പൈസ ആവോ? വലിയ പൈസയൊന്നും ആവില്ല. പക്ഷെ അത് പിന്നെ അതൊരെണ്ണം മേടിക്കാൻ പാടില്ലേ? ഇനി അത് നന്നാക്കണമെങ്കിൽ അതിൻ്റെ ഒരു ഇലക്ട്രീഷ്യനെ വിളിക്കണമെങ്കിൽ അവന് കൊടുക്കണം പൈസ. സാധനത്തിന് 10-100 രൂപയ്ക്കകത്തേ ഉള്ളൂ. പക്ഷെ ഇലക്ട്രീഷ്യൻ ഇലക്ട്രീഷ്യൻ 500 രൂപ കൊടുക്കണം, എന്നാലേ അവൻ ഇത് മാറി തരുള്ളൂ. ആ പൈസ കൊണ്ട് 1000 കൂടെ ഇട്ടാൽ എവിടെ ഇരിക്കണം? ഞാൻ എടുത്തു വെക്കാം സാധനം. അതിന്റെ മേളിൽ വലിഞ്ഞു കയറി മാറാനുള്ളതാണടി. അപ്പൊ ക്ലീറ്റാണെങ്കിൽ അല്ല, ഞാൻ പറയണത് ഇത് മാറാം. ഈ ഫാൻ നമുക്ക് മാറ്റാനുള്ള സമയമായി. നീ കനകൻ്റെ ഒരു ഫാൻ വാങ്ങി പൈസ ഞാൻ കൊടുക്കാം. പക്ഷെ പൈസ കിട്ടാനുണ്ട്. സത്യം 1500 രൂപ കൊടുത്താൽ നല്ല ഫാൻ കിട്ടും. ഞാൻ പൈസ കൊടുക്കാം. അവന്റെ കയ്യിൽ എവിടെന്നാ ക്ലീറ്റോ? എൻ്റെ കയ്യിൽ ഇപ്പൊ ഇല്ലാത്തോണ്ടല്ലേ ഞാൻ പറഞ്ഞത്. നീ ഒന്ന് വീശിക്കേ, കുറേ നേരം വീശേ, കഴിഞ്ഞിട്ട് ഞാൻ വീശി തരാം. അവൻ ഇങ്ങോട്ട് വീശു പോ. നീ വീശടി. എന്റെ ദൈവം, മേല് കഴിയാൻ വയ്യ. എനിക്ക് ചൂടുത്തിട്ട് വയ്യ. എങ്ങനെ കിടന്നുറങ്ങും? നീ ഒരു കാര്യം ചെയ്യ്, ഒരു തോർത്ത് നനച്ചുണ്ട്, അത് ഇങ്ങനെ മുഖത്തൂടെ അങ്ങനെ കിടക്കാതെ പോയി നനച്ചോണ്ട് വാ. കാറ്റ് കിട്ടണ മക്കളെ, കാറ്റ് കിട്ടണ നിനക്ക്? ജനൽ തുറന്നിട്ട് ഇച്ചിരി കാറ്റ് കയറും അല്ലേ? എന്നാലും വാങ്ങിക്കരുത് ഫാൻ. ഞാൻ പറഞ്ഞില്ലേ തങ്കം, എനിക്ക് ഈ ആഴ്ച കഴിഞ്ഞാലേ പൈസ കിട്ടുള്ളൂ. ഞാൻ വാങ്ങിച്ചോളാം, തീർന്നല്ലോ. നീ വാങ്ങണ്ട, ഞാൻ പറഞ്ഞില്ലേ, കനകനോട് പറഞ്ഞാ അതൊന്ന് കൊണ്ടുവരുമ്പോ ആരെങ്കിലും ഒന്ന് വിളിച്ച് അതൊന്ന് കെട്ടിത്തൂക്കി ഇടാൻ പറ്റുമോ? അതൊക്കെ ഞാൻ ചെയ്തോളാം. അത്രേ ഒരു ഉപകാരം ചെയ്താൽ മതി. കാറ്റ് കിട്ടണ നിനക്ക്? ഇങ്ങോട്ട് കിടന്നു, ഞാൻ വീശി തരാം. ഇന്നും കൂടെ വീശിയാൽ മതി. ഉറങ്ങും മോനെ, ഇന്നും കൂടി വീശിയാൽ മതി. നാളെ മുതൽ നമുക്ക് നല്ല കാറ്റത്ത് കിടക്കാം. എന്താ ചേച്ചി ഫാൻ മേടിക്കാൻ ഫാൻ മേടിക്കാൻ പോയിട്ട് ഫാൻ പണിയണ ഫാക്ടറി പോയേക്കോന്ന് തോന്നുന്നു. എത്ര നേരമായി എന്ന് പറയണേ. ദേ വരുന്നു എന്നും പറഞ്ഞിട്ട്. ഇനിയിപ്പോ വരുമ്പോ വരട്ടെ, ഫാനല്ലേ. അതൊന്ന് കാണാൻ വേണ്ടിയിട്ട് ഈ കൊതിച്ചു നിൽക്കുന്നത്. ഇത് ഇത്ര കൊതിക്കാനായിട്ട് ഫാൻ കണ്ടിട്ടില്ലേ? അയ്യ, ഇത് മറ്റേ തൂക്കിയിടുന്ന ഫാനല്ല, പിന്നെ മറ്റേ കുത്തി നിർത്തൂലേ, പെഡസ്ട്രിയൽ ഫാനാ. അതാ പറയണ. അത് തന്നെ. അതെന്തിനാ അത് മേടിച്ചത്? അത് നല്ലതെന്ന് ക്ലീറ്റോ പറയുന്നു. പിന്നെ ആടി, അതിങ്ങനെ നമുക്കിപ്പോ ഇത് തൂക്കിയിട്ടേക്കാണെങ്കിൽ അവിടെ തന്നെയല്ലേ കിടക്കുള്ളൂ. ഇതിപ്പോ ഒന്ന് അപ്പുറത്തോട്ട് എടുത്തിട്ട് പോണമെങ്കിലും ശരിയാ പറ്റും. അടുക്കളയിലൊക്കെ അതിനാ ഭയങ്കര കാറ്റും നല്ലതാ. ഈ പറഞ്ഞ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നീക്കി വെക്കാലോ. അതിന് വേണ്ടിട്ട് നോക്കിയിരിക്കണത്. അതിന് എവിടെ ഇന്ന് പോണ്ടായിരുന്നോ? നിനക്കൊന്ന് പോണ്ടായിരുന്നോ? ലീവല്ലായിരുന്നടി. ചേട്ടാ വഴിയിലെങ്ങാനും കണ്ട അതിനെ എവിടെന്ന് ഞാൻ എത്ര നേരെ നോക്കിയിരിക്കണം. ഫാൻ എനിക്ക് തോന്നുന്നു പണിയിക്കാൻ തോന്നുന്നു കമ്പനിയിലിട്ട്. ദേ വരുന്നു എത്ര സമയമെന്നറിയോ പറയാൻ തുടങ്ങിയിട്ട്. മറ്റേ ഫാനാന്നേട്ടാ, പെഡസ്ട്രിയൽ ഫാൻ. നീ ഇത് നേരത്തെ പറഞ്ഞാൽ ഞാൻ പോലീസ് സ്റ്റേഷൻ നമ്മുടെ ക്യാമ്പിൽ എവിടെ എടുക്കായിരുന്നല്ലോ. ഞാനത് പറഞ്ഞു ക്ലീറ്റോനോട്, നമുക്ക് കനകനെ കൊണ്ട് മേടിപ്പിക്കാൻ 10 പൈസ കുറഞ്ഞു കിട്ടൂലേ. അപ്പത്തേനും മറ്റേ രാഷ്ട്രീയക്കാരൻ കയറി. അവന് മാത്രമാണോ നടക്കുള്ളൂ, എനിക്കെന്താ ഞാൻ പോയാൽ കിട്ടൂലേ. ഒരു കണക്കിന് നന്നായി. അവനവന്റെ കാര്യം അവനവൻ തന്നെ പോയി നോക്കി മേടിക്കുമ്പോഴേ ഇനി എന്തെങ്കിലും ഒരു കുഴപ്പം വന്നാ പിന്നെ എനിക്ക് ഇവിടെ കിടക്കപ്പെടുകയാണ്. അത് സത്യമാണ്. നന്നായി വന്നേച്ചെങ്കിൽ എന്തൊരു ചൂടായി രാത്രി. എന്റെ മോളെ, നീ എങ്ങനെ കിടന്നു ചേച്ചി ഫാനില്ലാതെ? ഞാൻ ഉറങ്ങിയിട്ടില്ല, തിരിഞ്ഞും പറഞ്ഞ് കൊച്ചു കിടന്ന് വേർത്ത് കുളിച്ച്. ജനൽ തുറന്നിടാൻ പേടിയാ, വല്ല പാമ്പോലം കയറും. കൊതുക ജനൽ തുറന്നിട്ടാ കൊതുക. വൈകുന്നേരം ആകുമ്പോ ഇവിടെ എന്തെങ്കിലും കിട്ടി പുകച്ച് ഇതാക്കണം.
അപ്പൊ ആ പിന്നെ അതിന്റെ കൊതുകൊക്കെ ചൂടും മാറും. കൂടെ വരും. അല്ലടി വൈകുന്നേരം സന്ധ്യക്ക് വിളക്ക് കത്തിക്കുന്ന സമയത്തില്ലേ, ആ സമയമാകുമ്പോൾ നമ്മൾ പയ്യെ ഇതുകൂടെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അമ്മാവനാ ആ അമ്മാവനാടി. രണ്ടുപേരും കൂടെ ഇരിക്കും വാങ്ങിക്കാൻ പോകും. അല്ല ക്ലീറ്റോ ഉണ്ട്. ഇത് എന്താടി നീ അവനൊരു ഒരു തൊഴിലും കൊടുക്കണ്ടേ? ഏത് നേരം വിളിച്ചോണ്ടിരിക്കണ്? അവര് നല്ല കാര്യത്തിന് പോയതല്ലേ? അത് നല്ല കാര്യം കഴിഞ്ഞങ്ങ് വരാൻ പാടില്ലേ? ഇതെടാ ഫാനിടാ. കാണിക്കാതെ ഇറക്കടാ അങ്ങോട്ട്. നീ ഇറങ്ങ്. ഓ അല്ല ഇറങ്ങി അങ്ങനെ താഴോട്ട് എടുത്താൽ അങ്ങനെയും കിട്ടുമോ? അങ്ങനെ നിരക്കി കിട്ടോ? അല്ല ഇതിന് കവറൊന്നും ഇല്ലേ? അതാ ഞാൻ ആലോചിക്കണേ. കവറൊന്നും ഇല്ലേ? ഇത് എങ്ങും കൊള്ളാത്തൊരു ഫാനായി പോയത്. ശരി. ഓക്കെ. ഭയങ്കര വെയിറ്റാ. ഇതിന് കവറൊന്നുമില്ലേ? ആ ചേട്ടാ, പൈസ കൊടുക്കണം. ഞാൻ കൊടുക്കാം, ഞാൻ ഇങ്ങനെ കൊടുക്കാം. ഇരിക്കണേ. സന്തോഷം. കവറൊന്നുമില്ല, ഇത് ഇത് പഴയതാണ്. പഴയതാണാ? പഴയതാണാ? പഴയത് പുതിയൊന്നുമില്ല. ഫാനിന്റെ കാറ്റല്ലേ പ്രധാനം. എന്നാലും അടിക്കാനല്ലേ പോയത്? ആ ഇവിടെ ആയിക്കോട്ടെ, ഇത് പഴയതല്ല. സെക്കൻഡ് ഹാൻഡ് ആണോ ഇത് വാങ്ങിച്ചത്? നന്നായി വർക്ക് ചെയ്യണതല്ലേ? നന്നായി എടത്ത് വീട്ടിലത്തെ ഫാനല്ലേ ഇത്? അമ്മാവന്റെ വീട്ടിൽ ഇരുന്ന ഫാൻ. ഇന്നലെ ഫാന് കേട് വന്ന് ചുട്ടിട്ട് കിടക്കാൻ പറ്റുന്നില്ല പറഞ്ഞ അവിടെ വന്നപ്പോ പറഞ്ഞു അമ്മാവ് പൈസക്ക് എന്നിട്ട് ഇത് കൊടുത്തേ. പൈസക്കാ എന്റെ മരുവന് ഞാൻ എന്തിനായിട്ട് പൈസക്ക് കൊടുക്കണം? അവിടെ വെറുതെ ഇരിക്കല്ലേ, എടുത്തോളാൻ പറഞ്ഞു ഞാൻ. ഓ എന്നാ പിന്നെ നന്നായി ചേച്ചി. എന്നാ പൈസ തന്നേരെ. ഭാഗ്യം. ഇതെങ്കിൽ ഇത് അത് മതി. കാറ്റ് കിട്ടിയാ മതി. പൈസ എന്റെ തങ്കൊന്നും പറയണ്ട. ഞാന് ഈ ഫാന് വാങ്ങാനായിട്ട് ഞാൻ ഇങ്ങനെ 1-2 കടയിൽ കയറി എല്ലാം സംസാരിച്ച് സെറ്റായപ്പോഴേക്കും ആ സമയത്താണ് അമ്മാവൻ നമ്മൾ സംസാരിച്ചില്ലേ. അങ്ങനെ അതുമൊക്കെ ഞാൻ എന്ത് അറിയാമോ, പൈസ ഇത് തിരിച്ച് കൊടുക്കാമെന്നപ്പോഴാണ് പെട്ടെന്ന് പാർട്ടിയുടെ കേന്ദ്ര ഫണ്ടിൻ്റെ നമ്മളൊരു ചെറിയൊരു പൈസ കൊടുക്കാനുണ്ടായിരുന്നത്. അത് ഇന്ന് തന്നെ അടയ്ക്കണമെന്ന് പറഞ്ഞിട്ട് വിളിച്ചു പറഞ്ഞിട്ട് പിന്നെ ആ പൈസ പെട്ടെന്ന് അങ്ങോട്ടൊന്ന് മറിക്കേണ്ടി വന്നു. അതാണ് ക്ലീറ്റ്. ഞാൻ എന്തിനാ ക്ലീറ്റ്? നിങ്ങൾക്ക് മറിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പൈസ തന്നത്. ഞാൻ ഫാൻ മേടിക്കാനല്ലേ പൈസ തന്നെ. ഫാന് വന്നല്ലോ, അതായിരിക്കല്ലേ ഈ നല്ല പഴയ ഫാനാണോ? ഈ പൊട്ട ഫാൻ. അങ്ങനെ കൊച്ചാക്കല്ലേ വേണ്ട. ഇപ്പോഴത്തെ ഏതെങ്കിലും ഒരു 2K കണ്ണാപ്പിയെ വിളിച്ച് അമ്മാവിനോട് പഞ്ച് പിടിച്ചു നോക്കിയാണ് അമ്മാവനെ ജയിക്കും. ഗോൾഡ് ഇസ് ഗോൾഡ്. ഉരുക്കണം. ഇല്ല അപ്പൊ ഒന്ന് ക്ലീറ്റോ ചേട്ടൻ ചേച്ചിനെ വിളിച്ച് ചോദിക്കണ്ടായിരുന്ന ആ പൈസ ഒന്ന് ഞാൻ മറിച്ചോട്ടെ എന്ന്. മോളെ, ചെയ്തില്ലല്ലോ. അത്യാവശ്യമുള്ള ക്ലീറ്റോ ചേട്ടന്റെ പൈസ അല്ലല്ലോ, ചേച്ചിയുടെ പൈസ അല്ലേ? നാളെ കൊടുക്കും പൈസ. എനിക്ക് നാളെ വരും. എനിക്ക് ഇപ്പൊ വേണം പൈസ. ഇതൊക്കെയാണ് ഷാട്ടി. തർക്കിക്കല്ലേ? നാളെ പൈസ വരുമ്പോ പുതിയ ഫാന് വെച്ചോ. അപ്പൊ അത് വേണ്ടെങ്കിൽ തന്നാ ഏയ്, അതൊന്നും വേണ്ട. പൈസ ഞാൻ അവൾക്ക് നാളെ കൊടുത്തോളാം. ഈ ഫാനോട് ഇരുന്നോട്ടെ അമ്മ. അല്ല ഞാൻ ഉപയോഗിച്ചോട്ടെ വെച്ചിട്ട് ഇത് നല്ല അടിപൊളി ഫാൻ. കഷ്ടമാണെന്ന് നോക്കിയില്ല. തരും ചേച്ചി, നാളെ തരും. എന്റെ അമ്മാവ, എന്റെ കഷ്ടകാലത്തിന് ഞാൻ എവിടെ നിന്ന് ഒരു 2000 കുണുവോ മേടിച്ചു പോയി. ദൈവത്തെ ഓർത്ത് നീ ഇനി എന്റെ പൈസ തരല്ലേ തങ്കം. ഓ ഇങ്ങനെയുണ്ടോ അത്? മക്കളെ വാടാ, കാറ്റ് കൊള്ളാം. നീ വാ തങ്കം, ഒന്ന് അടിമുടി തണുക്കാം. വാ. ശരി, നല്ല തരും. നല്ല സൂപ്പർ കാറ്റാണ്. ദേഷ്യം വരുന്നുണ്ട്. ഇങ്ങോട്ട് വാ, മക്കളെ വാ. അല്ലടി, വാ അല്ല. തങ്കം, ഇങ്ങോട്ട്. അവന് അറിയാൻ പാടില്ല. എന്തിനു പോയാലും ഈ മനുഷ്യൻ ഇങ്ങനെയാ. അല്ല കാര്യം നടന്നിട്ട് ഈ പെണ്ണെന്തെങ്ങനെ? അത് അവൻ എന്തോ കൊടുക്കണ്ടേ? 2000-ന്റെ കാര്യം ഫോണിൽ എന്താ ഇപ്പൊ പെട്ടെന്നൊരു ക്ലീറ്റോസിനാകും? അല്ലടാ, അതിപ്പോ ഫാൻ അവിടെ ഉള്ളത് ഇപ്പൊ നീ ചോദിച്ചാലും ഞാൻ തരില്ലേ? അത് അത്യാവശ്യമായിട്ട് കൊടുത്താൽ ഞാൻ കേട്ടതാണ് മറ്റേ കൊടുക്കാനുള്ള പൈസയുടെ കാര്യം. അപ്പൊ അമ്മ അത് തന്നത് നന്നായി, എനിക്ക് ആ പൈസ കൊടുക്കാലോ എന്നോട് പറഞ്ഞവൻ. കാര്യങ്ങൾ നടന്നാ പോരെ. ഈ പെണ്ണിന്റെ അല്ലെങ്കിൽ ഒരു എടുത്തേ പെണ്ണിനല്ലേ അവളെ പൈസയല്ലേ പോയത്? ഇപ്പൊ ഇനിയിപ്പൊ അതങ്ങോട്ട് തിരിച്ചു കിട്ടുമ്പോ എന്ന് കിട്ടാ നാളെ കൊടുക്കുമെന്ന് പറഞ്ഞില്ലേ? ഒന്ന് നല്ല ഭാഗം ചിന്തിക്കടാ. നല്ല ഭാഗം ചിന്തിച്ചു, മോശം ഭാഗം ചിന്തിക്കണം. രണ്ടുകൊണ്ടൊരു കാര്യം നടക്കുള്ളൂ. ചുമ്മാ കൊച്ചു അവളെ പൈസ തിരഞ്ഞെടുത്ത് നിന്നിട്ട് ഇനി മുതൽ നിന്റെ സ്ഥാനം ഇവിടെയാണ്. ഞങ്ങളുടെ കൂടെ, ഞങ്ങളുടെ ബെഡ്റൂമിൽ, ഞങ്ങളുടെ സ്വകാര്യതയിലൊന്നും കയറി ഇടപെടരുത്. ഒന്ന് ചിരിച്ച മുഖത്തോട് നിൽക്കുന്നുണ്ട്. ചിരിച്ച മുഖം എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കരുത്. എന്ത് എന്ത് പൈസ കൊണ്ടുവന്ന് വന്നിട്ട് പഴയ പണം എവിടുന്നോ പൊക്കിക്കൊണ്ട് വന്നേക്കാം. തങ്കം, പഴയ കാറ്റ് പുതിയ കാറ്റ് എന്നൊന്നുമില്ല, കാറ്റേ ഉള്ളൂ. പിന്നെ പഴയതെന്ന് പറഞ്ഞാൽ പഴയതാണ്. ഓൾഡ് ഈസ് ഗോൾഡ്. നമ്മളെ അമ്മാവനെ തന്നെ നീ എടുത്തു നോക്കടി. അമ്മാവൻ ചീരത്തോട്ടത്തിൽ ഇപ്പോഴും എന്തോരം പണിയെടുക്കണം, നമ്മളെ കൊണ്ട് പറ്റുമോ? അതുകൊണ്ട് ഇതൊക്കെ തീ കൊരുത്ത മുതലിൻ്റെ മുതലാണ്. ഇതൊന്നും അങ്ങനെയൊന്നും പാടൂല. അപ്പം നോക്കിക്കോ സംഗതി. ഈ പഴയതൊക്കെ പെട്ടെന്ന് കേടായി പോകുന്നേ. എന്താ തങ്കം, കേടാവുമ്പോ ഇല്ലേ അപ്പോഴത്തേക്ക് നമുക്ക് വേറെ വഴി കണ്ടെത്താം. ഇപ്പൊ നമുക്കല്ല, നിങ്ങൾ വഴി കണ്ടെത്തി. ആയിക്കോട്ടെ, നമ്മക്കോ നിന്റെ പൈസ ഞാൻ നാളെ തരാം. നീ വേണം തരണം. ഓ തരും. ആ കറങ്ങണില്ല. സ്വിച്ച് ഇടട്ടടി, കറങ്ങണില്ല എന്ന് പറയാൻ. ഇട്. മനസ്സിൽ വിചാരിച്ച കറങ്ങണ സംവിധാനമൊന്നും ആയില്ല. ഇത് ഞാൻ വെട്ടി നോക്കി ഞാൻ പള്ളക്കളയും. ഞാൻ സമാധാനായിട്ട് തങ്കം നോട്ടെ.
എന്തൊരു കഷ്ടമാണ് ദൈവമേ നിങ്ങൾ ഈ കാണിച്ചു കൂട്ടണത് നിങ്ങള്. അത് കേടാണ് ക്ലീറ്റോ. എന്റെ തങ്കം, എന്തിന് കാശ്മീരിലും കുളു മണാലിയിലൊക്കെ പോണത്? ഇങ്ങോട്ട് നിന്ന്. അയ്യോ എടേ, എന്നെ പിടിച്ചോ പിടിച്ചോ, കാറ്റടിച്ചപ്പോ കൊണ്ടുപോകും. വാ ഇരിക്ക്, കാറ്റുള്ളു. എനിക്ക് എവിടെ നിന്ന് കിട്ടുന്നുണ്ട്? ഇങ്ങോട്ട് വാ, ഇവിടെ ഇരുന്ന് കാറ്റുള്ളു. പൊയ്ക്കേ. ഇതിങ്ങനെ കറക്കാതെ വെക്കാൻ പറ്റുമോ? അതെങ്ങനെയുള്ള വെക്കാം നമുക്ക്. അതൊക്കെ ഇവിടെ ബാക്കിൽ സ്വിച്ച് ഉണ്ട്, അത് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. ചക്കട്, ഒരു കാര്യം പറഞ്ഞേക്കാം, ഒറ്റയ്ക്കൊന്നും വന്ന് ഇതിന് മുമ്പ് ഒന്ന് സ്വിച്ച് ഓൺ ചെയ്യരുത്. പിന്നെ കാറ്റടിച്ച് കൊണ്ടുപോകും. ഞങ്ങൾ ഉള്ളപ്പോഴേ വരാം. ഞാൻ ഭയങ്കര ശക്തിയാണ്. ഓ ഭയങ്കര ശക്തി. ഓ ഓ സത്യം. ഇരി. എന്തെങ്കിലും കിടന്നൊന്ന് ഉറങ്ങണം. അല്ലേ, നമുക്ക് കുറച്ചു നേരം കിടന്നൊന്ന് ഉറങ്ങിയാലോ? പിന്നെ പണിയുണ്ട്, ചൂടെടുക്കൂല കേട്ടാ. ഹാപ്പി ആയില്ലേ? ഹാപ്പി ആയല്ലോ. ഇനി ഒന്ന് ചിരിക്കാമല്ലോ. ചിരിച്ചോ? മനുഷ്യനെ കുറച്ച് ഉളുപ്പ് വേണം. ആരെ പൈസ, എന്ത് പൈസ, എവിടെ നിന്നാണെന്ന് ഒരു ചിന്തയില്ല. പൈസ കിട്ടുമോ അപ്പൊ ചെലവാക്കും. അത് ഇന്നത് ഏതൊന്നുമില്ല, കൊണ്ടുപോയി ചട്ടി അടിക്കുക. ഈ അങ്ങനെ ചെലവാക്കിയിട്ടൊന്നുമില്ല അവൻ. പിന്നെ അല്ല പിന്നെ പൈസ എന്തിന്? എടാ ഫാന് മേടിക്കാൻ വേണ്ടിട്ട് അവൻ കയ്യിലെ കാശ് കരുതി തന്നെയാണ്. ഞാൻ ഫാന് കൊടുക്കാന്ന് പറഞ്ഞുകൊണ്ടാണ് അവൻ ആ പൈസ എടുത്ത് ചെലവാക്കിയത്. അതെ, ക്ലീറ്റോ ചേട്ടന്റെ പാർട്ടിയിൽ എന്തോ അത്ര അത്യാവശ്യമുള്ള കാര്യം ഉണ്ടായിരുന്നു. എന്നെ വിളിച്ച് പറഞ്ഞു. അതുകൊണ്ട് ചെലവാക്കിയായിരിക്കും, അല്ലാതെ അങ്ങനെ ചെയ്യത്തില്ല ക്ലീറ്റോ ചേട്ടൻ. ആര് പറഞ്ഞു? എന്ത് പാർട്ടിക്ക് വേണ്ടി ചെലവാക്കി, പക്ഷെ അത് DDT പാർട്ടിക്ക് വേണ്ടിട്ടല്ല, വായനശാല രക്ഷാധികാരിയായിട്ട് തെരഞ്ഞെടുത്തിന്റെ ചെലവ് നടത്തി. ആന്നേ, നായരേട്ടനവിടെ പന്നിയിറച്ചിയൊക്കെ വെച്ചിട്ട് പരിപാടി ഉണ്ടായിരുന്നു. അച്ഛനെ എങ്ങനെ അറിഞ്ഞു? അത് ഞാൻ വർക്ക്ഷോപ്പിൽ പോയിട്ട് തിരിച്ചു വരുമ്പോ അൻസാർക്ക് എന്നെ അടുത്ത് ചോദിച്ചു, നീ എന്താടാ പിന്നെ ക്ലീറ്റോയുടെ പാർട്ടിക്ക് വരാഞ്ഞെന്ന്. അപ്പോഴല്ലേ അറിയുന്നേ. ഇതിപ്പോ നമ്മൾ വിചാരിക്കും അവന് നമ്മളോടുള്ള സ്നേഹം കൊണ്ട് പറഞ്ഞതെന്ന്. അല്ല, യവൻ ആ പാർട്ടിക്ക് വിളിക്കാത്തതിന്റെ വൈരാഗ്യ ഉദ്ദേശിക്കണമെന്ന്. ഇവൻ അവിടെ പോയി ചട്ടി അടിച്ചവനും പറയരുത്. അറിഞ്ഞ വിവരം ധരിപ്പിച്ചത്. ഇനിയിപ്പോ സാറിന് എന്തായാലും ഫാൻ കിട്ടിയല്ലോ, അത് കുഴപ്പമില്ല. എന്നാലും എന്താ കരിയ? ഞാൻ വിളിച്ചത് നേരത്തെ വിളിച്ചത് നീ എന്തെടുക്കാഞ്ഞ്? ഞാൻ ക്ലീറ്റ വീട്ടിൽ വന്നപ്പോ അവന്റെ കൂടെ എങ്ങോട്ട് ചേച്ചിയുടെ അടുത്തേക്ക് പോന്നു. പിന്നെ അവിടെ ഒരു കറുത്ത മറ്റേ ടേബിൾ ഫാൻ ഉണ്ടായിരുന്നില്ലേ, അത് ഞാൻ ഇങ്ങോട്ട് കൊടുത്തു ചേച്ചിയുടെ അവിടേക്ക്. ക്ലീറ്റോനെ കൊടുക്കാനേ. എന്താ അവന്റെ ഫാൻ വർക്ക് ചെയ്യില്ല പറഞ്ഞു. പോയി ചൂട്ടത്ത് എങ്ങനെ ഇരിക്ക? അല്ല അതുപോലെ അല്ലല്ലോ പെണ്ണല്ലേ വർഗം. ഈ ഫാൻ അവിടെ ഇങ്ങനെ ഇരിക്കുന്ന കണ്ടപ്പോഴേ, അവളുടെ കുടുംബത്തിലൊരു സച്ചി പറഞ്ഞൊരുത്തണ്ടല്ലോ, അവൻ അവിടെ വന്നപ്പോ ഈ ഫാൻ കണ്ടപ്പോ ഇത് തരുമോന്ന് ചോദിച്ചിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, ഒരു വർക്ക് ചെയ്യണ ഒരു പെടൽ ഫാൻ, അത് നമ്മൾ അങ്ങനെ കണ്ട് എടുത്തു കൊടുക്കുവോ? ആ ഫാനൊന്നും കൊടുക്കില്ല പറ്റില്ല, അത് ഇവിടെ വേണമെന്ന് പറഞ്ഞു ഞാൻ. എന്നിട്ടിപ്പോ അത് അവനെ കൊടുക്കാണ്ട് ക്ലീറ്റ വന്ന് കൊടുത്തപ്പോ അവൾക്കൊരു ചെറിയ മുറുമുറുപ്പ്. പ്രശ്നമാവോ? എന്ത് പ്രശ്നം? ഞാൻ വാങ്ങിയതേ, അല്ലാണ്ട് അവളുടെ വീട്ടിൽ നിന്ന് കൊടുക്കുന്നതല്ലത്. അത് എനിക്ക് ഇഷ്ടമുള്ളവർക്കാ കൊടുക്കുക. എന്തടേ? അല്ല എന്താ എന്റെ പ്രശ്നം? അത് പറ നീ. എന്താ അവിടുത്തെ കാര്യം? ഓക്കെ, അവിടെ പ്രശ്നമായി. ഇവിടത്തെ ഫാൻ കറങ്ങുമ്പോ അവിടെ അമ്മാവ് നിന്ന് കറങ്ങും. ഉടനെ പോയി ഫാൻ എടുത്തോ, അങ്ങനെ ചോദിച്ചോ, നിങ്ങൾ ഇത്തിരി ഫാൻ എടുത്തോണ്ട് വന്നത്? എന്തെങ്കിലും ഒന്ന് പറയങ്ങനെ മസിൽ പിടിച്ച് ഫീമെന്റ് കൊണ്ട് ഫീറും പിടിച്ചോണ്ടിരിക്കാതെ നിങ്ങൾ ഈ ഫാൻ എടുത്തോണ്ട് വന്നില്ല. ഫാൻ എടുത്തോണ്ട് എന്തിനാ? നീ ഇപ്പൊ എന്താ കാര്യം എന്നോട് പറഞ്ഞത്? ആ മനുഷ്യനെ ഈ ഫാന്റെ കൈ വെച്ച് സത്യം വിളിച്ചിട്ടില്ലേ പറഞ്ഞ ഈ കാര്യം? ക്ലീറ്റോ മച്ചപ്പെടുത്ത് ചോദിച്ചിട്ടില്ല, അങ്ങോട്ട് കിടന്ന് ഉറങ്ങുക. ഉറങ്ങി കിടക്കുന്ന ഒരാളടുത്ത് വർക്ക് ചെയ്തോണ്ടിരിക്കുന്ന ഫാൻ എടുത്തോണ്ട് അങ്ങനെ ഉണരത്തില്ലേ? ഉണരണം, ഉണരട്ടെ, എനിക്ക് 2 വർത്തമാനം പറയാനുണ്ട്.
അഥവാ ഉണർന്നു വന്ന് എന്തൊരു കൂട്ടിച്ചോദ്യം കണ്ടാൽ ഞാൻ നിങ്ങളെ കണ്ടിട്ടില്ല ഒന്നും പറഞ്ഞിട്ടില്ല. ഇനി മേലെ അറിഞ്ഞ ഒരു കാര്യം എടുത്താൽ പറ, നിങ്ങൾ വിശ്വസിക്കാൻ പറ്റത്തില്ല. തങ്കം പറയരുത് പ്ലീസ്. തങ്കം എന്ത് പരിപാടി തങ്ക കാണിച്ചു വെച്ചത്? മനുഷ്യൻ മര്യാദ കിടന്ന് പറയുകൊണ്ട് ഫാൻ എടുത്തിവിടെ കൊണ്ട് നിനക്ക് കാറ്റ് കൊള്ളണമെങ്കിൽ അവിടെ നിന്ന് ഇച്ചിരി കാറ്റ് കൊണ്ടിവിടെ വന്നാൽ പോരെ? കളിക്കണത് എന്ത് ഇവിടെ കൊണ്ട് അടുക്കളയെ കൊണ്ട് വെക്കാം. അടി അവിടെ ബെഡ്റൂമിൽ വെക്കാന്ന്. ഈ ഫാൻ ഇവിടെ ഇരിക്കും, ഒരു ബെഡ്റൂമിലോട്ട് അത് കൊണ്ടുപോണില്ല. നിങ്ങൾ പൈസ എന്ത് ചെയ്തെന്നാ പറഞ്ഞ്? ഞാൻ ഫാൻ മേടിക്കാൻ തന്ന പൈസ പൈസ ഞാൻ പറഞ്ഞല്ല, നമ്മുടെ കേന്ദ്രത്തിന്റെ ഒരു അത്യാവശ്യം ഒരു ഫണ്ടിന്റെ പറയടാ. അത് പിന്നെ കേന്ദ്രത്തിൽ നിന്ന് എങ്ങാണ്ട് പെട്ടെന്നൊരു വിളി വന്നപ്പം ആ ഫണ്ടിന്റെ പൈസ ഇച്ചിരി മുമ്പ് എന്നോട് പറഞ്ഞ കാര്യം പറയടാ. ഇച്ചിരി മുമ്പ് എന്നോട് പറഞ്ഞ കാര്യം പറ. അത് പിന്നെ വായനശാലയുടെ അധ്യക്ഷ സ്ഥാനം കിട്ടിയപ്പോൾ പാർട്ടിക്കാർക്ക് വേണ്ടിയിട്ട് പാർട്ടി നടത്താൻ വേണ്ടിയിട്ട് ഈ പൈസ എടുത്ത് ചെലവാക്കി ആരേട്ടൻ്റെ കട വമ്പിച്ച പാർട്ടിയാണെന്ന് ഞാൻ അറിഞ്ഞു. ആ പാർട്ടിക്ക് എന്നെ വിളിക്കാത്തത് അൻസാർക്ക് അറിഞ്ഞപ്പോൾ അതിന്റെ കേന്ദ്ര വെച്ചിട്ട് ഞാൻ വന്ന് തങ്കച്ചേട്ടത്തിൽ കണ്ടപ്പോൾ അറിയാതെ പറഞ്ഞു. പക്ഷെ എനിക്കറിയത്തില്ലായിരുന്നു ആ പാർട്ടി നടത്താൻ ഈ പാർട്ടിയുടെ ഇന്ന് മേടിച്ച പൈസ എന്ന് എനിക്കറിയത്തില്ലായിരുന്നു. സത്യം. എന്ത് പാർട്ടി നടത്തി എന്നാണ് പറയുന്നത്? പാർട്ടി ഞാൻ അൻസാർക്കാനെ വിളിക്കട്ടെ? ഞാൻ പറയുന്നത് വിളിക്കട്ടെ സാറിനെ. നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യാം. നിങ്ങൾ പാർട്ടി എന്ത് കുന്തോങ്കിലും നടത്തുക. നിങ്ങൾക്ക് അതുകൊണ്ട് ഇച്ചിരി എലിവേഷമെങ്കിലും എനിക്ക് മേടിച്ചോണ്ട് തരാവോ? എന്താണ് തങ്ക നിന്റെ പ്രശ്നം? എന്താ എന്റെ പ്രശ്നം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അതെ, നമുക്ക് കാറ്റുള്ളൊരു ഫാൻ വേണമെന്ന് പറഞ്ഞു. നല്ല കാറ്റുള്ളൊരു ഫാൻ കിട്ടി. ഈ പഴയ ഫാൻ മേടിച്ചോണ്ട് വരാനാണ് നിങ്ങൾക്ക് ഞാൻ ഇന്നലെ പൈസ എണ്ണി തന്നത്. തങ്കം പഴയതാണെങ്കിലും അതിന്റെ കാറ്റടിച്ചിട്ട് ഞാൻ എന്തോ ഒരു സുഖമായിട്ട് ഒന്നും അറിഞ്ഞില്ല. നല്ല കാറ്റാ. അതാ നിങ്ങളുടെ കുഴപ്പം. നിങ്ങൾ ഒന്നും അറിയണില്ല. നിങ്ങൾക്ക് ഉറങ്ങാൻ തോന്നുമ്പോ നിങ്ങൾ അങ്ങനെ അങ്ങോട്ട് ഉറങ്ങും. നിങ്ങൾക്ക് കഴിക്കാൻ തോന്നുമ്പോ നിങ്ങൾ അങ്ങ് കഴിക്കും. നിങ്ങൾക്ക് പൈസ പൊടിക്കാൻ തോന്നുമ്പോ നിങ്ങൾ അങ്ങ് പൊടിക്കും. എന്റെ പൈസ മര്യാദ തള്ളിട്ടോ. തങ്കം നീ ഒന്ന് അടങ്ങ്. ഇപ്പൊ 2000 രൂപ നിനക്ക് ഞാൻ നാളെ തരും. പിന്നെ ഈ ഫാൻ കൊണ്ട് ഇപ്പൊ എന്താണ് പ്രശ്നം? അത് നല്ല കാറ്റിന് കാറ്റുണ്ട്, വേറെ ശബ്ദമില്ല, അത് നല്ല സമാധാനമുണ്ട്, മര്യാദ ഉള്ളൊരു ഫാൻ. വേറെ എന്ത് പ്രശ്നം ഈ ഫാൻ കൊണ്ട്? ഈ ഫാൻ ഇത് അമ്മാവന്റെ ഫാൻ. അമ്മ നമുക്ക് തന്നു. അത് നമുക്കല്ല തരേണ്ടത്, അതിന് വേറെ അവകാശികളുണ്ട്. ആ ഫാൻ അവിടെ നിന്ന് എടുത്തോണ്ട് പോകുന്നതിന് അമ്മായി അവിടെ കിടന്ന് അമ്മാവിന് സ്വസ്ഥത കൊടുക്കണില്ല. ഇത് കേൾക്കേണ്ട ബാധ്യത എനിക്ക് എന്താ ഉള്ളത്? അമ്മായി എന്ത് പറഞ്ഞു? അമ്മായി അവിടെ കിടന്ന് വേണ്ട ബഹളം. അമ്മായിയല്ലേ, അത് കാര്യമാക്കണ്ട നമ്മള്. അത് കാര്യമാക്കും. അങ്ങനെ നാണം കെട്ട് ജീവിക്കാൻ എനിക്ക് പറ്റൂല. കാരണം നിങ്ങൾക്ക് ഞാൻ ഫാൻ മേടിക്കാൻ വേണ്ടി പൈസ തന്നതാണ്. അത് നിങ്ങളുടെ ഇഷ്ടത്തിന് പൊടിച്ചിട്ട് ഇവിടെ ഈ പഴയ ഫാൻ കൊണ്ടുവന്നിട്ട് കണ്ണി കണ്ടവരുടെ ചീത്തയാക്കാൻ എനിക്ക് പറ്റൂല. ഒരു കാര്യം ചെയ്യും. ഇന്നിപ്പോ ഫാൻ ഇവിടെ ഇരുന്നോട്ടെ, നാളെ നിനക്ക് ഞാൻ പുതിയ ഫാൻ വാങ്ങിച്ചു തരാം. അയ്യോ വേണ്ട, പൈസ മര്യാദക്ക് ഇന്ന് എന്റെ കയ്യിൽ തരണം. അതുകൊണ്ട് ഒരു കടയിൽ പോയിട്ട് ഫാൻ മേടിക്കാനുള്ള വിദ്യാഭ്യാസം ഒക്കെ എനിക്കുണ്ട് കേട്ടോ. അത്രയും എന്നെ ഒരുപാടങ്ങ് സഹായിക്കല്ലേ. കിണറ്റിലിടാൻ ഇങ്ങോട്ട് പറയട്ടെ തങ്ക എടുത്ത് ചാട്ടം കാണിക്കരുത്. നീ ഫാൻ ഇഞ്ചി തന്നെ കളിക്കരുത്. ഇങ്ങനെ തന്നെ ഫാൻ വെച്ച് ഞാൻ അടിക്കും. ഞാൻ വിട് പറയട്ടെ. ഞാൻ തറ വീണൊന്ന് കേടായി. ശരിക്കും ഞാൻ ഇടും കേട്ടോ. ഞാൻ അമ്മാവനെ കെട്ടിയാണ് അങ്ങനെ കാണിക്കില്ല. അമ്മാവനെ കൊച്ചാക്കണേ നീ ഇവിടെ പറയട്ടെ. എന്തുവാ തങ്കം പറയട്ടെടി. നീ ഇങ്ങനെ എടുത്ത് ചാടി ഓരോന്ന് തീരുമാനിക്കല്ലേ. അവനെ വിളിക്കല്ലേ. ഒന്നുമില്ല, നല്ല ഫാന്, നല്ല കാറ്റെന്ന് പറയായിരുന്നു. സൂപ്പർ കാറ്റമ്മാ പോലെ. ഇതെടുത്ത് അങ്ങോട്ട് വെക്ക്. എന്തിന്? ഇതിന് വേണ്ട. അല്ല ഡ്യൂട്ടി, അത് ഞാൻ തന്നല്ലേ, അത് ഇവിടെ ഇരുന്നോട്ടെ. എന്റെ കംപ്ലൈന്റ് ആണ്. ഒരു കംപ്ലൈന്റും ഇല്ല. ഈ ഫാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നതിന്റെ പേരിൽ അമ്മാവന് വീട്ടിൽ കയറാൻ പറ്റാതിരുന്നേക്കും. അപ്പൊ ഗിരിജ പറഞ്ഞൊന്നും നിങ്ങൾ അതൊന്നും ഗിരിജ എന്നുണ്ടായി. എന്റെ ഫാൻ അത് എനിക്ക് ഇഷ്ടമുള്ളവർക്ക് ഞാൻ തരും. അതെന്തിനാ നിങ്ങൾ? അമ്മായി വിളിച്ച് ചോദിച്ചതേ ഉള്ളൂ. അമ്മായിക്ക് ഇഷ്ടമല്ലാത്ത ഒരു സാധനം ഇവിടെ വെക്കേണ്ട കാര്യമില്ല. അതെന്താ കുട്ടി നീ അങ്ങനെ പറയണത്? അങ്ങനെയാ പറഞ്ഞതല്ലേ ഉള്ളു. അതെ ഇടോക്ക് ഈ അമ്മായിയും ഈ സച്ചിയും കൂടിയിട്ട് നാളെ എന്റെ സ്വത്ത് മുഴുവൻ സച്ചിക്ക് എഴുതി വെക്കണം എന്ന് പറഞ്ഞ് ഞങ്ങൾ സമ്മതിക്കോ? അയ്യോ ഞാനൊന്നും പറഞ്ഞില്ല. എന്റെ സാധനം എനിക്ക് ഇഷ്ടമുള്ളത് തരും. ഇത് വെറുതെ ചെറിയ ബുദ്ധിമോശം കൊണ്ട് എവിടെ വെച്ചേ ഈ മനുഷ്യന് ഞാൻ പൈസ എണ്ണി കൊടുത്തതാ ഫാൻ മേടിക്കാൻ. അത് കൊണ്ടുവന്ന് കണ്ണി കണ്ട സ്ഥലത്ത് നീ എന്താ വിചാരിച്ചത്? കള്ളു കുടിക്കാനും പാർട്ടിക്ക് വേണ്ടിട്ടല്ലേ ആ പൈസ കൊണ്ടുവന്നത്, അല്ലാതെ പാർട്ടിയുടെ ഫണ്ടിലോട്ടൊന്നും വെച്ചതല്ലോ. ആവശ്യമുണ്ട്? നീ മിണ്ടരുത്. അത് അവള് പറഞ്ഞത് കറക്റ്റാ. അവൻ പറഞ്ഞപ്പോഴല്ലേ എനിക്ക് സത്യം മനസ്സിലായത്. ഇതിപ്പോ കൊടുക്കാനുള്ള കാശ് കൊടുക്കാനാ പറഞ്ഞിട്ട്. ഒരു കാര്യം മനസ്സിലാക്കണം. ഒരു കിലോ അരി മേടിക്കാൻ പൈസ കൊടുത്തുവിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് അടിച്ചു മാറ്റും. പച്ചക്കറി മേടിക്കാൻ കൊടുത്തുവിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് അടിച്ചു മാറ്റും. ഇങ്ങോട്ട് ആരാ ഇവിടുത്തെ? ഈ കുടുംബത്തിൽ ആരാ ഇങ്ങോട്ട്? ഈ കുടുംബം നോക്കേണ്ട മനുഷ്യനല്ലേ? സത്യമാണ്. എന്റെ കയ്യിൽ നിന്ന് ഇങ്ങനെ പൈസ എടുത്തോണ്ട് പോകാനായിട്ട് ഞാൻ ആരാ
നിങ്ങളുടെ? ഇതിപ്പോ 2000 രൂപയല്ലേ, ഞാൻ നാളെ തരാമേ. നാളെ അല്ല, എനിക്ക് ഇന്ന് തരണം. ഇന്ന് രാത്രിക്ക് മുമ്പ് പൈസ എന്റെ കൈ കിട്ടിയില്ലെങ്കിലായിരിക്കും. ആ, ഇന്നൊരു സ്ഥിതിക്ക് കൊണ്ട് അകത്തുണ്ടോക്കി. ഒരു സ്ഥലത്തോട്ടും വെക്കണ്ട. ഞാൻ പറഞ്ഞളിയാ, ഇത് ഇന്ന് കിടന്ന് ബഹളം വെക്കല്ലേ. ദേ, ഇന്ന് ഇങ്ങോട്ട് നാളെ നോക്കിയേ, ഞാനും കൊച്ചും ദേ ഇവിടെ കിടന്നോളാം കേട്ടോ. എന്തൊരു പിടിവാശിയാണ് അമ്മാവ ഇത്. ശ്ശേ. അല്ല അത് പറയണ്ട, അത് നീ എന്നെ കാരണക്കാരൻ. പിന്നെ അവള് പറഞ്ഞ കാര്യമില്ലേ. പാർട്ടിയിലോട്ടും കേന്ദ്രത്തിലോട്ടും മറിച്ചെന്ന് പറഞ്ഞിട്ട് പാർട്ടിക്ക് കൊണ്ട് ചെലവാക്കിയിട്ട് വന്നേക്കണവൻ. അമ്മാവ നാളെ എനിക്ക് പൈസ കിട്ടുമ്പോ ഞാനത് നാളെ കൊടുക്കാം. ഇത് ഈ ഫാൻ ഇവിടെ വേണ്ട, ഇത് ഞാൻ അതന്നെ അമ്മാവൻ കൊണ്ടുപോയി. 2000 ഉറുപ്പിക്ക് വേറെ ഫാൻ മേടിക്കും. അതന്നെ നല്ലത്. നാളെ മേടിച്ചു കൊടുക്കുമല്ലോ ഞാൻ. ശ്ശേ. അവൾ ഇന്ന് വേണമെന്ന് പിടിവാശി കാണിച്ചിട്ടുണ്ട്. എങ്ങനെ ഇത് രാത്രി മനുഷ്യർ കിടന്ന് ഉറങ്ങണ്ടേ ഈ ചൂടത്ത്? ഇതിപ്പോ ശരിയാണ്. അപ്പൊ അവൻ ഇന്ന നാളെ കൊണ്ട് അവന്റെ പൈസ കിട്ടുന്ന എങ്ങനെയാണ്? പൈസ നിന്ന് പിന്നെ കൊണ്ടായി വരാൻ പൈസ പിന്നെ കഷ്ടപ്പെടില്ല. അല്ല, അതെ നാളെ ഫണ്ട് വരുവളിയാ. ഫണ്ട് വരുവോ? എടേ, ഇന്നത്തെ പ്രശ്നമുള്ളൂ, ഇന്ന് രാത്രി ഇന്നൊരു ദിവസം പ്രശ്നമേ ഉള്ളൂ. ഇത്രേ ഉള്ളൂ. ഇപ്പൊ നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവണ്ടേന്ന്. അപ്പൊ ഒരു കാര്യം ചെയ്യ്, അവളും മക്കളും ഇവിടെ കിടന്നുള്ളൂ. ഇവിടെ ഫാൻ ഉണ്ടല്ലോ. ഓക്കെ, അപ്പൊ ഞാൻ ഫാൻ എടുത്തോണ്ട് അങ്ങ് പോവാം. അല്ല ഇതിപ്പോ വേണ്ട, അളിയും താഴെ പോയി കിടന്നോ. അപ്പൊ പിന്നെ ഫാൻ ഫാൻ നമുക്ക് നമ്മുടെ താഴെ സുലുവിന്റെ വീട്ടിൽ ഒരു ഒഴിപ്പുണ്ട്. അതിനെ കാല് കയറി എടുത്ത് കിടണം. അപ്പൊ ചിറകിട്ടടിക്കും. അപ്പൊ നല്ല കാറ്റായിരിക്കും. ഇനി അത് പോരാന്നുണ്ടെങ്കിൽ നീ അൻസാറിനടുത്ത് പറഞ്ഞാൽ മതി, പഞ്ചായത്തിന് 2 കോഴി കൊണ്ടുവരും. അതിനെയും കാല് കെട്ടി തൂക്കിടുക. നല്ല അടിയായിരിക്കും. അതിന്റെ കാറ്റുണ്ടാതെ നീ പറഞ്ഞത് ശരിയാ, അങ്ങനെ ചെയ്താൽ മതി കേട്ടാ. ആ